ലീഗൽ ആസ്പെക്റ്റ് ഉണ്ട്, അതിൻ്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ഉണ്ട്. ഒരു സർക്കാർ ഇടപെടേണ്ട രീതിയിലല്ല ഇടപെട്ടത് എന്ന ഗൗരവമായ വിമർശനം നിൽക്കുന്നു. അത് ഒരു പോലീസിനെ ഒരു പോലീസ് സേനയെ ഇറക്കി പരിഹരിച്ച കുടുംബങ്ങളുടെ കയ്യിൽ നിന്ന് ബലമായ ഭൂമി പിടിച്ചെടുത്ത് കളയാം എന്ന ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു ജനാധിപത്യ സർക്കാർ എങ്ങനെ തീരുമാനമെടുക്കുന്നു? എങ്ങനെ ഒരു വലിയ പോലീസ് സന്നാഹത്തെ അവിടേക്ക് അയക്കുന്നു? ഈ മനുഷ്യർ എവിടെ പോയി പകരം ജീവിക്കും? അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഈ ദളിത് മനുഷ്യർ, ഈ കുടുംബങ്ങൾ, അതാണ് മുമ്പ് പറഞ്ഞത് 100 വർഷത്തിലേറെയായി പുറമ്പോക്കാണത് സത്യത്തിൽ എന്ന ഗൗരവമായ വിധി വന്നാൽ പോലും ഇന്നും നമ്മുടെ നാട്ടിൽ ആ ആക്ഷേപം നിൽക്കുന്നു, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം നിൽക്കുന്നു. അതാണ് ശ്രീനിജൻ പറഞ്ഞത്. അങ്ങനെ നിൽക്കുന്നൊരു വിഷയത്തിൽ അങ്ങനെ ആ കുടുംബങ്ങൾ അവിടെ നിന്ന് ഇറക്കിവിട്ടാൽ, അവരെ പോലീസിനെ ഉപയോഗിച്ച് ഇറക്കിവിട്ടാൽ അവരെവിടെ പോയി ജീവിക്കും? അത് ചിന്തിക്കേണ്ടത് നാട്ടിലെ ജനാധിപത്യ സർക്കാരും നമ്മുടെ ഭരണകൂടങ്ങളുമല്ലേ? ചോദ്യം അവിടെയാണ് നിൽക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു നടപടി പോലീസിനെ ഉപയോഗിച്ച് സ്വീകരിക്കാമായിരുന്നോ? അതിൽ ഒരു വലിയ അപക്വമായ തീരുമാനമായി പോയില്ലേ എന്ന പ്രശ്നം ഉയരുന്നത് അതുകൊണ്ടാണ്. ഒരു സർക്കാരിൻ്റെ തുടക്കം എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ പോലും ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പോലും ആയിരിക്കില്ല ഒരു സമൂഹം പോലീസ് നടപടിയെ, സർക്കാർ നടപടിയെ കാണുക. കാരണം ഈ സർക്കാരിന് 2 ദിവസത്തെ മാത്രം പ്രായമേ ഉള്ളൂ. അതുകൊണ്ട് കുറെ കൂടി ശ്രദ്ധ അക്കാര്യത്തിൽ വേണ്ടിയിരുന്നു എന്ന ചിന്ത കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് നിശ്ചയമായും അതുകൊണ്ട് തന്നെയാണ്.